നമസ്കാരം. ഇതിപ്പോ ഞാൻ കുടുംബശ്രീ ശാരദ എന്ന് പറയുന്ന CK ഒരു പ്രശസ്തമായ സീരിയലിലേക്ക് അവിടുത്തെ ഷൂട്ടിംഗ് സെറ്റിലാണ് ഞാനുള്ളത്. നമ്മളിപ്പോ ഇപ്പോ ഡയറക്ടറായ കൃഷ്ണകുമാർ സാറുണ്ട്, അഭിനേത്രിയായ മെഷിന നീലയുണ്ട്, അതോടൊപ്പം തന്നെ ശ്രീലക്ഷ്മി ചേച്ചിയുണ്ട്. അപ്പൊ എല്ലാവരും കൂടെ നമുക്കിപ്പോ ഈ കുടുംബശ്രീ ശാരദയുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. എനിക്കൊന്ന് ആദ്യം നമുക്ക് കൃഷ്ണകുമാർ സാറിലേക്ക് തന്നെ പോ സർ. അതായത് ഇപ്പോ റെലവന്റ് ആയിട്ടുള്ള കുറച്ച് വിഷയങ്ങളെടുത്താണ് കുടുംബശ്രീ ശാരദ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം ഒരു സാധാരണ സീരിയലിന്റെ ബേസിലാണ് വന്നതെങ്കിലും ഒരു സഡൻ ആയിട്ടൊരു ചേഞ്ച് വന്നിട്ടുണ്ട് ഈ സീരിയലിൽ. ആ ഒരു സഡൻ ആയിട്ട് ഈ ഒരു റെലവന്റ് ഇഷ്യൂ കൂടെ എടുത്ത് ചെയ്യാനുണ്ടായ ഒരു സാഹചര്യം. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, കുടുംബശ്രീ ശാരദ ഒരിക്കലും ഒരു അമ്മായിയമ്മ മരുമകൾ എന്നുള്ള ഒരു സാധാരണ പാറ്റേൺസ് കഥയല്ല. ഇതിൽ നമ്മൾ ശക്തമായ സാമൂഹിക വിഷയങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ശാലിനി കളക്ടറാണ്. അപ്പൊ കളക്ടർക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുപോലെ ഒരു ചായക്കട നടത്തിയിരുന്ന ശാരദാമ്മയുടെ മകളാണ് ഇന്നത്തെ ഈ കളക്ടർ പദവിയിലേക്ക് എത്തിയിരിക്കുന്നത്. ആ പദവിയിലേക്ക് എത്താൻ വേണ്ടി ഒരുപാട് കടമ്പകൾ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ യൂട്യൂബറുടെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പൊ സമൂഹങ്ങളിലെ മാധ്യമങ്ങളിലൊക്കെ കാണാം. നമ്മൾ ഒരുപാട് പേരുകൾ ഇങ്ങനെ അതുകൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാം. അതുപോലെ തന്നെ കോറികൾ, എത്ര കോറികളുണ്ട് അനധികൃതമായിട്ട് അവിടെ. അതുപോലെ കോളനികൾ, ഇവിടെ എല്ലാം കളക്ടർ ചെല്ലുകയാണ്. കളക്ടർ ചെന്ന് കഴിഞ്ഞാൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ജനങ്ങളിലൂടെ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ ആരെങ്കിലും വീട്ടിലുള്ള പ്രശ്നങ്ങൾ, ഒരുപക്ഷെ നമ്മുടെ വീട്ടിൽ തന്നെ നടക്കുന്ന ചില വിഷയങ്ങളുമായിട്ട് കുടുംബശ്രീ ശാരദയ്ക്ക് സാദൃശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഈ കഥ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇത് അവരുടെ കഥയായി മാറിയിരിക്കുകയാണ്. ഈ ഒരു കഥാപാത്രത്തെ ശാലിനിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എന്താണ് ശാലിനിയെ കുറിച്ച് പറയാനുള്ളത്? ഒരുപാട് ഇമോഷണൽ ജേർണി ഉണ്ടായ ഒരു ക്യാരക്ടറാണ് ശാലിനി തുടങ്ങി. കാരണം തുടക്കത്തില് എല്ലാത്തിനും വളരെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന, ഒരു തെറ്റിനും എന്താ പറയാ ഇങ്ങനെ നിന്ന് കൊടുക്കാതെ എല്ലാത്തിനും സ്ട്രോങ് ആയിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ശാലിനി. കോളേജ് സ്റ്റുഡന്റ് എന്നുള്ളൊരു ഏജ് ആണ്. പിന്നീട് കല്യാണം കഴിഞ്ഞ് ഒരുപാട് സാഹചര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാനും ഇങ്ങനെ, പിന്നെ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോ ഒരുപാട് കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാനും പഠിച്ചു. കുറെ ഇങ്ങനെ ഫാമിലി ആ ഒരു രീതിയിലേക്ക് വന്നു. പിന്നെ ഒരുപാട് സാക്രിഫൈസസ് ലൈഫിൽ ഉണ്ടായി. ഇപ്പൊ വളരെ സ്ട്രോങ് ആയിട്ട് ഫാമിലിക്ക് മുമ്പിലും സൊസൈറ്റിയുടെ മുമ്പിലും എല്ലാത്തിനും വളരെയധികം സ്ട്രോങ് ഒരു വുമനായിട്ട് മാറിയിട്ട്. സോ ആ ഒരു വലിയ ജേർണി വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോ എനിക്ക് തോന്നുന്നു ഒരുപാട് എന്താ പറയാ, നമുക്ക് എപ്പോഴും ഈ ഒരു സാർ പറഞ്ഞ പോലെ തന്നെ ഒരു മരുമകൾ അല്ലെങ്കിൽ ഭാര്യ എന്നുള്ളത് മാത്രമല്ലാതെ നമുക്ക് നല്ലൊരു ഭാര്യയും നല്ലൊരു അമ്മയും കൂടെ നല്ല രീതിയിൽ ജോലിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതും കൂടെ കാണിക്കുന്ന ഒരു സീരിയൽ എപ്പോഴാണ് കർശനമായിട്ടുള്ള എന്നുള്ള കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മാറി ഇൻഡിപെൻഡന്റ് ആകാൻ പറ്റും, സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റും എന്നുള്ളത് ശാലിനിയിലൂടെ കാണിക്കാൻ പറ്റും. ഈ ഒരു കഥാപാത്രം ആദ്യം ശാലിനി എന്ന കഥാപാത്രം ആദ്യം ലഭിച്ചത് എന്താണ് തോന്നിയത്? ആദ്യം തന്നെ ഫസ്റ്റ് അപ്രോച്ചിൽ തന്നെ പറയുക എനിക്ക് ഒരുപാട് റിലേറ്റബിൾ ആയിട്ടൊരു ക്യാരക്ടർ ആയിരുന്നു. ഇപ്പോ സിംഗിൾ പാരന്റ് ആയിരുന്നു, അമ്മയും പെൺമക്കളും എന്നുള്ള ഒരു കൺസെപ്റ്റ്, അമ്മയുടെ തമ്മിലുള്ള. അപ്പൊ അതൊക്കെ എനിക്ക് പേഴ്സണലി റിലേറ്റബിൾ ആയിരുന്നു. ഞാനും അമ്മയും ചേച്ചിയായിട്ട് അങ്ങനെയായിരുന്നു. സോ ലൈഫിൽ ഒരുപാട് എനിക്ക് പേഴ്സണൽ ലൈഫിൽ റിലേറ്റബിൾ ആയിട്ടുള്ള സ്റ്റോറി എല്ലാം ആയതുകൊണ്ട് ഞാൻ തന്നെ ആയിരുന്നു ആ തുടക്കത്തിലെ ശാലിനി എന്ന് തോന്നുന്നത്. ശ്രീലക്ഷ്മി ചേച്ചിയുടെ ചോദിക്കുകയാണെങ്കിൽ, ചേച്ചി സീരിയൽ രംഗത്ത് കുറച്ചധികം വർഷങ്ങളായിട്ട് എല്ലാം സജീവമായിട്ടുണ്ട്. അപ്പോ ഇതിനു മുൻപുള്ള സീരിയലുകളും ഈ കുടുംബശ്രീ ശാരദയും തമ്മിലൊരു വ്യത്യാസം ഉണ്ടായി പറയാൻ പറ്റില്ല. കാരണം അത് വേറെ ക്യാരക്ടർ, ശാരദ വേറെ ക്യാരക്ടർ. ഇതിലിപ്പോ ഒരു ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ചൂസ് ചെയ്യാൻ പറഞ്ഞ, ഇത്രയും നാൾ അഭിനയിച്ചതില് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ചൂസ് ചെയ്യാൻ പറഞ്ഞ അതേറെ? അത് ഡിഫിക്കൽട്ട് ആണ്. പക്ഷെ അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള 1-2 ക്യാരക്ടേഴ്സ് എനിക്കതും വളരെ പ്രിയമായിരുന്നു. കാരണം ഞാൻ കൂടുതലും പോസിറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് ചെയ്തിട്ടുള്ളത്. മുമ്പ് ചെയ്തിട്ടില്ല, ഞാൻ എടുത്തു പറയുന്നില്ല, പക്ഷെ മുമ്പ് ചെയ്തിട്ടുള്ള 1-2 എണ്ണം, ഒരെണ്ണത്തില് ഞാൻ പക്ക നെഗറ്റീവ് ആയിട്ടാണ് ചെയ്തത്. പക്ഷെ അത് ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഒരുപാട് അപ്രിസിയേഷൻ വന്നത്. കാരണം അത് ചേഞ്ച് ചെയ്ത് വന്നത് ഈ ശാരദ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാരക്ടർ തന്നെയാണ്. ശാരദ എന്ന് പറയുന്ന ക്യാരക്ടർ ചേച്ചിയുടെ ശരിക്കുള്ള സ്വഭാവമായിട്ട് എന്തെങ്കിലും സാമ്യമുണ്ടോ? ഇല്ലെന്ന് തോന്നുന്നു. കാരണം എനിക്ക് 2 ആൺകുട്ടികളാണ്.
ഞാൻ ഈ സീരിയലിൽ ഈ കഥ സാർ പറയുമ്പോഴത്തേക്കും ഈ 3 പെൺകുട്ടികളെ തനിച്ച് അച്ഛനില്ലാതെ വളർത്തിയ ഒരമ്മയുടെ കഥയാണെന്ന് പറഞ്ഞത്. പെൺകുട്ടികളെ വളർത്തി ശീലമില്ല. അപ്പോ പക്ഷെ അഭിനയം എന്ന് പറയുന്നതാണല്ലോ, നമുക്ക് എന്ത് റോള് തന്നാലും നമ്മള് ചെയ്ത് ഫലിപ്പിക്കുക, അതാണ് അഭിനയം. ഇതിൽ എനിക്കൊരു ചേച്ചിയിൽ നിന്ന് അല്ലെങ്കിൽ ശാരദാമ്മയിലേക്കുള്ള ഒരു സിമിലാരിറ്റി തോന്നിയിട്ടില്ല. എന്ത് പ്രശ്നത്തിലും ഏതിനും അതിപ്പോ ഒരു ഫ്രണ്ട് പോലെ ആയിട്ടാണെങ്കിലും ശരി, അല്ലെങ്കിൽ സമയമായിട്ടാണെങ്കിലും ഔട്ട്സ്ട്രിക്റ്റ് ആയിട്ടുള്ളതാണെങ്കിലും ശരി, രണ്ടും ഒരേപോലെ തന്നെയാണ്. ചേച്ചിയുടെ മക്കളെടുത്ത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കാണാറ്. അതും അമ്മ എന്ന രീതിയിൽ രണ്ടും കൊണ്ടാക്കുന്നത്. പക്ഷെ ചേച്ചി പേഴ്സണലി കുറച്ചുകൂടെ എനർജറ്റിക് ആയിട്ടുള്ള ആളാണ്. സീരിയലിൽ കുറച്ചുകൂടെ പാവമ്മയാണ്, പേഴ്സണലി കുറച്ചുകൂടെ എനർജറ്റിക് ആയിട്ടുള്ള. കാരണം സമൂഹത്തിൽ ഇങ്ങനെ മക്കളെ വളർത്തി വലുതാക്കാനും ബുദ്ധിമുട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോ ശാരദാമ്മ എന്ന് പറയുമ്പോ 3 പെൺകുട്ടികൾ ഭർത്താവ് ഉപേക്ഷിച്ചു പോയി, 3 പേരെ പഠിപ്പിക്കുകയാണ്, ഒരു ആൾ മിടുക്കിയാണ്, മറ്റു 2 പേരെ എങ്ങനെയെങ്കിലും കൊണ്ടുവന്ന് ജീവിതത്തിലേക്ക് ഉന്നതങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ശാലിനി പറഞ്ഞു ഇതിനകത്ത് ഒരുപാട് സാക്രിഫൈസസും അവരുടെ ക്യാരക്ടറിനും അങ്ങനെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ആ എല്ലാ സാക്രിഫൈസസിനും സ്ട്രെങ്ത് ആയിട്ട് കൂടെ നിന്നിട്ടുള്ളത് ഈ ശാരദാമ്മയാണ്. ഈ 3 മക്കളും. എന്ത് പ്രതിസന്ധി വന്നാലും ശാരദാമ്മയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാതെ അതൊക്കെ മറച്ചു വെച്ചിട്ട് മക്കൾക്കൊപ്പം മക്കളുടെ കൂടെ അവർക്കൊരു സ്ട്രെങ്ത് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ് ഈ കഥാപാത്രത്തിൽ ഭയങ്കര ഒരു പോസിറ്റീവ്നെസ് ഉള്ളു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ചേട്ടനെടുത്ത് ഈ നിങ്ങളുടെ അഭിനേതാക്കളെ കുറിച്ച് ചോദിക്കുകയാണ്. ഇവരൊക്കെ സെറ്റിൽ എങ്ങനെയാണ്? അല്ലെ ചേട്ടൻ പറയുന്നേക്ക് അതുപോലെ കേൾക്കുന്ന അഭിനേതാക്കളാണ്? നമ്മുടെ സെറ്റിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറം തരുന്നവരാണ് ഇവിടെ ഓരോ ആർട്ടിസ്റ്റുകളും. പിന്നെ ഒരു ലക്ഷണരേഖകളൊന്നും ഇല്ല. നമ്മളിപ്പോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവരിൽ നിന്ന് എന്താണോ ഉള്ളത് അത് മാക്സിമം നമ്മൾ എടുക്കണം. അപ്പൊ ഞാൻ ഒരിക്കലും ഇതുപോലെ എന്ന് പറയാറില്ല. ഞാൻ പറഞ്ഞു കൊടുക്കും ഇതാണ് സംഭവം, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ എല്ലാം മനോഹരമാക്കി അതപ്പോ ഇന്നിപ്പോ ഒരു സീൻ എടുത്ത് നിൽക്കുകയാണ്. അതുപോലെ തന്നെ ശാരദാമ്മ ആശ്വസിപ്പിക്കുകയായിരുന്നു. അപ്പൊ ആ സീനൊക്കെ വളരെ മനോഹരമായി. പിന്നെ ചില ഭാഗങ്ങൾ വരുമ്പോ അവര് സംശയം ചോദിക്കാറുണ്ട്, അത് എങ്ങനെ ചെയ്താൽ കുറച്ചുകൂടി നന്നാവില്ലേ? അപ്പൊ അതൊക്കെ അത് അങ്ങനെയാണ്, അപ്പൊ അതിന്റെ ആഫ്റ്റർ ബിഫോർ ഇതാണ്, അപ്പൊ ഈ രീതിയിലാണ് അത് മൂവ് ചെയ്യേണ്ടത് എന്ന് പറയും. അതുകൊണ്ട് തന്നെ ഇപ്പൊ എല്ലാവർക്കും ഇവിടെ വരുന്ന ഈ കുടുംബശ്രീയിലുള്ള എല്ലാ കഥാപാത്രങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഇപ്പോ ഇവിടെ കാര്യസ്ഥനായ പിള്ളച്ചേട്ടനായാലും അതുപോലെ തന്നെ പൊന്നിയായാലും കുട്ടികളാണെങ്കിലും ഇപ്പൊ വന്നു പോകുന്ന ഓരോ ചെറിയ ചെറിയ കഥാപാത്രങ്ങളാണെങ്കിൽ പോലും അവർക്ക് വളരെയധികം പ്രാധാന്യം കുടുംബശ്രീ സാറിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കരമായ ഒരു നല്ല രീതിയിൽ ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അതെ, ഇനിയിപ്പോ ഇത് എനിക്ക് തോന്നുന്നു മലയാളം സീരിയൽ ഇൻഡസ്ട്രിയിലെ തന്നെ സെക്കൻഡ് മോസ്റ്റ് റണ്ണിങ് ആയിട്ടൊരു സീരിയലാണ്. അപ്പോ ഇത്രയും റണ്ണിങ് ആയപ്പോ നിങ്ങൾക്കിടയിൽ വന്നൊരു ബോണ്ട് അത് എത്രത്തോളം ഉണ്ട്? ഇത്രയും എപ്പിസോഡ്സ് ഷൂട്ട് ചെയ്തിട്ടില്ലേ? ഞങ്ങള് ശരിക്കും ഫാമിലി പോലെ തന്നെയാണ്. നമുക്ക് സാധാരണ പറഞ്ഞ ഒരുപാട് ലോങ് ടേം ഇതൊക്കെ വരുമ്പോൾ കോമ്പറ്റീഷൻ ഉണ്ടാവരാനൊക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമ്മളെ ഫസ്റ്റ് ഡേ തൊട്ട് നമുക്ക് ആർട്ടിസ്റ്റുകളുടെ ഇടയിലാണെങ്കിലും എല്ലാവരും കൂടി ഫാമിലി പോലെ ഫസ്റ്റ് ഡേ എങ്ങനെയായിരുന്നു അതേ കണക്കിന് പോണ്ടും കുറച്ചുകൂടെ കൂടിയിട്ടേ ഉള്ളൂ. അതെ, ഇപ്പൊ 4 വർഷമായി സീരിയൽ തുടങ്ങിയിട്ട്. അപ്പൊ ഈ 4 വർഷം കൊണ്ട് ഓരോരുത്തർക്കും വന്നിട്ടുള്ള ചേഞ്ചസും ഓരോരുത്തരുടെ ഫാമിലിയിൽ വന്നിട്ടുള്ള ചേഞ്ചസും സ്വഭാവങ്ങളിലും നമ്മുടെ ബോണ്ടിങ്ങിലും അപ്പൊ നമ്മൾ ഓരോരുത്തരെ കൂടുതൽ അറിയുവാണ്. കൂടുതൽ ഒരാളെ പറ്റി അറിയണം. ആദ്യം ചിലപ്പോ കണ്ടതുപോലെ ആയിരിക്കില്ല, അപ്പൊ അതനുസരിച്ചിട്ട് ബോണ്ടിങ് വല്ലാണ്ട് നിങ്ങളുടെ ഈ 4 വർഷത്തിലെ വളർച്ചയ്ക്കൊപ്പം ജനങ്ങളും എത്രത്തോളം വളർന്നിട്ടുണ്ട്? കാരണം അവരുടെ ഒപ്പീനിയൻ എത്രത്തോളം മാറുന്നുണ്ട്? ജനങ്ങൾ ഈ കഥ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ അവരെ ഇപ്പൊ മുന്നോട്ട് പോകുമ്പോ പറയും ശാലിനി അങ്ങനെ ആ രീതിയിൽ പോയാൽ കുറച്ചും കൂടി നന്നായിരുന്നേനെ എന്ന് അവരുടെ ഭാഗത്തുനിന്ന് ഒരു അഭിപ്രായങ്ങൾ ഇങ്ങോട്ട് വന്നു തുടങ്ങി. പല നമ്മള് പുറത്തൊക്കെ പോകുമ്പോ അവരെ വീട്ടിലൊരാളെ പോലെയാണല്ലോ, ഓട്ടി വന്ന് കെട്ടി പിടിച്ച് ഉമ്മ വെച്ചാണ്. അപ്പൊ അത് അങ്ങനെ വേണ്ടായിരുന്നു, ശാലിനി ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു. അപ്പൊ ഇനിയിപ്പോ തുടർന്ന് പോകുമ്പോ ഇതുപോലെ തന്നെ ഈ സോഷ്യലി റിലവന്റ് ആയിട്ടുള്ള വിഷയങ്ങൾ വെച്ച് തന്നെ ഈ ഓരോ എപ്പിസോഡ് അങ്ങനെ പോകാൻ തന്നെയാണ്? അത് ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാണ് പോവുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ശാലിനിയുടെ കളക്ടറാണ്. അപ്പൊ കളക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരിക്കലും ഒരു അമ്മായിയമ്മ മരുമകൾ കഥയല്ല ഇത്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ ശക്തമായി തന്നെ ഈ സീരിയലിലൂടെ പറയും. അതിനുള്ള പരിഹാരവും നമ്മൾ തന്നെ ഈ സീരിയലിലൂടെ പറയും.
അങ്ങനെ ഈ ജനങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കും. അതെ, അപ്പൊ ഈ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്നും കുറച്ചും കൂടെ ഒരു റെസ്പോൺസ് കൂടില്ലേ? കാരണം ഇങ്ങനെ റെലവന്റ് ആയിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ, അതും സീരിയലിലെ കൂടെ ചർച്ച ചെയ്യുമ്പോൾ നമുക്കറിയാം കൂടുതൽ പ്രേക്ഷകർ കാണുന്ന ഒരു മാധ്യമം കൂടെയാണ് ഈ സീരിയൽ എന്ന് പറയുമ്പോൾ. അപ്പൊ അവരുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഒപ്പീനിയൻ കൂടെ എടുത്ത് തന്നെ ഇനി മുന്നോട്ട് പോകുമല്ലേ? അതെ, ഉറപ്പായിട്ടും. അവര് ചില സന്ദർഭങ്ങളിൽ നമ്മളോട് പറയാറുണ്ട്, ഈ കഥ കുറച്ചും ഇങ്ങനെ പോയാൽ കുറച്ച് നന്നായിരിക്കും, ആ കഥ അല്ലെങ്കിൽ ശാരദാം ഇങ്ങനെയായാൽ കുറച്ച് നന്നായിരിക്കും, ശാലി ഇങ്ങനെയായാൽ കുറച്ച് നന്നായിരിക്കും. അപ്പോ നമ്മൾ എപ്പോഴും അവരുടെ അഭിപ്രായങ്ങൾക്ക് കൂടി മുൻഗണന കൊടുക്കാറുണ്ട്. അപ്പൊ അവര് പറയുന്ന നല്ല നല്ല അഭിപ്രായങ്ങൾ നമ്മൾ അവിടെ നിന്ന് സ്വീകരിക്കാറുണ്ട്, അത് നമ്മുടെ കഥയിൽ ചേർക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ ഓഡിയൻസിനെ നമ്മൾ കുറച്ചും കൂടി കൂടുതൽ കൂടുതൽ കുടുംബശ്രീ ശാരദയിലേക്ക് നമ്മൾ ചേർത്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. ഇനി ഞാൻ ഇവരോട് ഡയറക്ടറിനെ പറ്റി ചോദിക്കാൻ തോന്നുന്നു. നിങ്ങൾക്ക് എന്താണ് ഡയറക്ടറിനെ പറ്റി പറയാനുള്ളത്? നിങ്ങൾ 4 വർഷമായി ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ചെയ്തത് ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് നമുക്കൊരു സീനിലായിട്ട് നമുക്കത് പെർഫോം ചെയ്യാൻ നമുക്ക് ഫ്രീഡവും അതിനുള്ള സ്പേസും കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. എനിക്കൊന്ന് സാറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങി 5 ദിവസം വരും. ഏത് സീൻ വന്നാലും സാറിന്റെ എന്റെ എപ്പോഴും നമുക്കൊരു ഇതൊന്ന് ഓക്കെ കംഫർട്ടബിൾ ആയിട്ട് ചെയ്തോളൂ, ഫീൽ ആ ഒരു ഫ്ലോയിൽ പോട്ടെ, അല്ലെങ്കിൽ ആ ഒരു നമുക്ക് ഫുള്ളി പെർഫോം ചെയ്യാനുള്ള സ്പേസും ഫ്രീഡവും നമുക്ക് വരുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ ഭയങ്കര ലക്കിയാണ് എല്ലാവരും. കാരണം ചില നമ്മളിപ്പോ ക്യാരക്ടർ കുറെ നാളെ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്കൊരു തോട്ട് ഉണ്ടാവും ഈ ഫോണിൽ ഇങ്ങനെ ആയിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് കൊടുക്കാനുള്ളൊരു സ്പേസ്. ഇപ്പൊ അതല്ല, അപ്പൊ നമുക്ക് അവിടെ അതല്ല വേണ്ടത്, അത് പിന്നെ സെല്ലല്ല നമുക്ക് ഇങ്ങനെ ചെയ്യാം എന്നുള്ള കറക്ഷൻസ് വരും. പക്ഷെ നമ്മുടേതായിട്ടുള്ളൊരു നമ്മുടെ ഒരു സൈഡ് ചെയ്യാനുള്ള ഒരു ഫുൾ ഫ്രീഡം തന്നെ പറയാം. അത് സാറ് ചേച്ചിക്ക് എന്താ പറയുക? ഡെഫിനറ്റ്ലി അങ്ങനെ തന്നെയാണ്. സാറ് ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇപ്പോ എന്താ പറയാ, നീ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ്, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ പറഞ്ഞു തരുന്നത് എങ്ങനെയാണ് വരുന്നത്. അപ്പൊ ചില സമയത്ത് ചിലപ്പോ നമുക്ക് കൺഫ്യൂഷൻ വരാം. സാർ അതെങ്ങനെ അതൊക്കെ ചെയ്യുമോ, നമുക്ക് നോക്കാം എങ്ങനെ കറക്റ്റ് ആയിട്ട് വന്നോളും എന്ന് പറയാം. ആ ഒരു കോൺഫിഡൻസിൽ നമുക്ക് ചെയ്യാറുണ്ട്. പിന്നെ സാറിനോട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇരിക്കാൻ വയ്യാന്നൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സാറ് ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് തരാറുണ്ട്. ഇതിപ്പോ ഈ സീരിയൽ തുടങ്ങുമ്പോ കരുതിയിരുന്നു 3 എപ്പിസോഡ്സ് മുന്നോട്ട് പോകുമെന്ന് കരുതിയിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഇത്രയും വലിയൊരു എപ്പിസോഡ് പോയ. പക്ഷെ നമ്മൾ ഓരോ പ്രൊജക്ട് ചെയ്യുമ്പോഴും ആ പ്രൊജക്ട് എത്രത്തോളം മനോഹരമായി എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാമോ അത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം. പ്രത്യേകിച്ച് ഇത്രയും പോകുമ്പോഴും പ്രേക്ഷകരുടെ ഭാഗത്തുനിന്നും കൂടെ ആ ഒരു അതാണ് പറഞ്ഞത്, പ്രേക്ഷകരെ നമ്മൾ ഈ സീരിയലിനോട് ചേർത്ത് നിർത്തിയിരിക്കുകയാണ്. ഇപ്പൊ 1450 1500 എപ്പിസോഡുകളിലേക്ക് അടുക്കുമ്പോഴും നമ്മുടെ സീരിയൽ നമ്പർ 1 ആണ്. ജനങ്ങൾ അത് ഏറ്റെടുത്തു കഴിഞ്ഞു. കാരണം പ്രേക്ഷകരെ നമ്മളോട് ഇങ്ങനെ ചേർത്ത് നിർത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോ തുടർന്നുള്ള ഒരു ഈ വരാൻ പോകുന്ന കഥകള്, അതോടൊപ്പം തന്നെ എപ്പിസോഡ്സ്, ഇതൊക്കെ എങ്ങനെയായിരിക്കും? എന്തൊക്കെ വിശേഷങ്ങളാണ് ഇനി വരാൻ പോകുന്നത്? അത് നമ്മള് അത് പറഞ്ഞാൽ പോയില്ലേ? കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. ഇപ്പോ നമ്മള് പക്ഷെ ഇപ്പൊ ഓരോ കഥാപാത്രങ്ങളും ഇപ്പൊ വിഷ്ണു മിസ്സിംഗ് ആണ്. വിഷ്ണു എവിടെ പോയി എന്നുള്ള അന്വേഷണത്തിലാണ് ശാലിനി. അതാണ് ഈ തളർച്ചയിൽ ഇരിക്കുന്നത്. ആ വിഷ്ണു എവിടെ എന്നുള്ള വിഷ്ണുവിലേക്ക് അടുക്കാനുള്ള എവിടെയെന്നുള്ള ചോദ്യത്തിന് മറുപടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ശാലിനി. അതിന് സപ്പോർട്ടായിട്ട് ശാരദാമ്മ. ശരിക്കും എന്താ പറയാ, ഹെവി ആയിട്ടും എമോഷണൽ ആയിട്ടും വർക്ക് ചെയ്യുന്ന കുറെ സീൻസ് ആണ് ഇപ്പൊ ഈ ഒരു ഷെഡ്യൂൾ 1-2 ഷെഡ്യൂളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മളെ മെന്റലി ഫിസിക്കലി ഒക്കെ എഫക്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. നമ്മൾ അത്രയും ഇൻവോൾവ് ചെയ്താണ് ഓരോ സീൻസ്. വെറുതെ ഒരു കുറെ സീൻസ് എന്നുള്ളതിനെക്കാളും ഇമോഷൻസും ഒരു ലൈഫ് ഉള്ള സീൻസ് ആണ് എല്ലാം. ഇപ്പൊ ഒരു ശിവൻ എന്ന ഒരു ക്യാരക്ടറിനെ ഇപ്പൊ കൊണ്ടുവന്നത് ശാലിനിയുടെ നടുവിൽ നിർത്തിയിരിക്കുകയാണ്. ഇനി ശിവൻ ആരാണ്, എന്തിനാണ് ശിവൻ ഇവിടെ വന്നിരിക്കുന്നത്, അതിനുള്ള മറുപടിയാണ് ഇനി കുറച്ച് കാണുന്നവർ അതിനു വേണ്ടിട്ട് ഇത് കാണുന്നുണ്ടാവും. ശിവൻ ആരാണ് അപ്പൊ ഈ ഒരു കാസ്റ്റിങ്ങിനെ പറ്റി എന്താണ് പറയുന്നത്? ആദ്യം മുതൽ ഇവരിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? നമ്മുടെ പ്രൊഡ്യൂസർ ജനാർദ്ദനൻ സാറാണ്. നമ്മള് ഒരു ജനാർദ്ദൻ സാറിന്റെ തണലിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം കഥ ഓൺലൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഓരോ കഥാപാത്രങ്ങളെ ആര് എന്നുള്ള ഒരു ഡിസ്കഷൻ വരും. അപ്പൊ അതിൽ തന്നെ ഇപ്പൊ നമ്മൾ ഉചിതമായ ആൾക്കാരെ തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പൊ ശാരദാമ്മയ്ക്ക് ഇപ്പൊ ശ്രീലക്ഷ്മിക്ക് പകരം വേറെ ആര് എന്ന് നമുക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ശാലിനി
അങ്ങനെ എല്ലാ ഇവരൊന്നും മാറ്റി ഇനി ആർക്കും ചിന്തിക്കാനും ചിന്തിക്കാൻ പറ്റില്ല. പറ്റില്ല. ഇപ്പൊ ലൊക്കേഷനിൽ തന്നെ ഞാനിപ്പോ ശാരദാമ്മ വിളിക്കാറ്, ശാലിനിയാണ് വിളിക്കാറ്. ഞാനിവിടെ വന്നപ്പോ കേട്ടു വിളി. ആ ഇപ്പൊ ലൊക്കേഷൻ തന്നെ നമ്മള് ശാരദാമ്മ അല്ലാത്ത ഷൂട്ടിംഗ് അല്ലാത്ത സമയത്തും അല്ലെങ്കിൽ അവന് കഥാപാത്രമായി മാറിക്കഴിഞ്ഞു. ചേട്ടനോട് ഒരു ചോദ്യം കൂടെ, അതായത് ഈ ഒരു സീരിയലിന്റെ വൺ ലൈൻ അത് എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ഇതാ നമ്മുടെ പ്രൊഡ്യൂസർ തന്നെയാണ് ഇപ്പൊ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്, ജനാർദ്ദന സാറ്. ജനാർദ്ദന സാറിന് നമ്മളെ വൺലൈനിൽ അവിടെ റൈറ്റർ ബിജു കുമ്പളം, മുമ്പ് എഴുതിയിരുന്നത് കിഷോർ അബ്രഹാം. കിഷോർ അബ്രഹാം മാറിയതിനു ശേഷം ഇപ്പൊ ബിജു കുമ്പളമാണ് പ്രൊജക്ട് ഏറ്റെടുത്തിരിക്കുന്നത്, എഴുതുന്നത്. പിന്നെ സുജീഷ് ഏട്ടൻ വൺലൈനിലൊപ്പം ഉണ്ട്. അപ്പൊ നമ്മള് കഥ അവിടുന്ന് തന്നെ ഡിസ്കസ് ചെയ്ത്, നമ്മൾ ഓരോ കഥാപാത്രത്തെയും വൺലൈൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തന്നെ കഥാപാത്രങ്ങൾ വരുമ്പോൾ ഓരോ കഥാപാത്രത്തിന്റെ റൂട്ട് കാര്യങ്ങളെല്ലാം നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ കഥാപാത്രത്തെ കണ്ടെത്താനും പിന്നെ ആ കഥാപാത്രത്തെ അവരെ ഏൽപ്പിക്കാനും അത് ഭംഗിയാക്കാനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ഈ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ റെസ്പോൺസ് വരാറുണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പൊ അങ്ങനെ വന്നിട്ടുള്ള റെസ്പോൺസിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്? സീരിയലിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള മാറ്റം ഇപ്പോ ഉദാഹരണത്തിന് ഇപ്പൊ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ SSLC എക്സാം ചെയ്യുകയാണ്. അപ്പൊ പല കുട്ടികൾക്കും ഈ പഠന സമയത്ത് മെന്റൽ ഡിപ്രഷൻ വരാറുണ്ട്. അത് ഒരുപക്ഷെ ടീച്ചേഴ്സിന്റെ കൂടുതൽ അവർ അടിച്ചിരിപ്പിക്കാൻ ശ്രമമായിരിക്കണം. മാതാപിതാക്കൾ മക്കള് ജനിക്കുമ്പോൾ തന്നെ അവർ ആരായിരിക്കണം എന്നൊക്കെ തീരുമാനിച്ചിട്ടാണ് അവരെ പഠിപ്പിക്കാൻ വിടുന്നത്. അപ്പൊ അതുകൊണ്ടുള്ള ടെൻഷനൊക്കെ ഒരുപാട് വരുമ്പോ അവർക്കൊരു സന്ദേശം എന്ന നിലയിൽ അടുത്ത ദിവസം നമുക്ക് ശാലിനി പോയി ഒരു സ്കൂളില് കുട്ടികൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരു കോഴ്സ്, കുട്ടികൾക്ക് അങ്ങനെ ടെൻഷൻ ആവരുത് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത്. അങ്ങനെയുള്ള പല സാമൂഹ്യ പ്രശ്നങ്ങളും ഇതിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഈ സീരിയൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഈ 1800 എപ്പിസോഡിലേക്ക് തിരിച്ചാൽ നിൽക്കുമ്പോ എത്ര എപ്പിസോഡ് വരെ പോകും? ഇനി പ്രേക്ഷകർക്ക് സ്ഥിരമായി ഇത് കണ്ടോണ്ടിരിക്കാൻ പറ്റും? അവർക്കൊരു പ്രതീക്ഷ എന്താണുള്ളത്? അവര് എത്രത്തോളം നമുക്ക് എനിക്ക് തോന്നുന്നു 2 വർഷത്തിൽ കൂടുതലായിട്ട് നമുക്ക് ഒരു സബ്സ്ക്രിപ്ഷൻ ചെയ്ത് പോകുന്നു. അപ്പൊ ഈ ഒരു സെയിം ഇതിൽ ആൾക്കാർ അത്രയും സപ്പോർട്ട് ഇത്രയും വർഷം കണ്ടിന്യൂസ് ആയിട്ട് തരിക എന്ന് പറയുന്നത് തന്നെ നമുക്ക് വലിയൊരു ബ്ലെസ്സിംഗാണ്. അപ്പൊ ഇപ്പോഴും നമുക്ക് അവരുടെ സപ്പോർട്ട് വരുമ്പോൾ അത്രയും മുന്നോട്ട് പോകാൻ നല്ലത്. നമ്മുടെ ക്യാരക്ടേഴ്സിനൊക്കെ അവരുടെ വീട്ടിലൊരാളെ പോലെ നമ്മുടെ എന്റെ കൂടെ നമ്മൾ തുടക്കം മുതൽ ഇപ്പൊ ഈ വന്ന് നിൽക്കുന്ന ഈ സമയം വരെ ഒരുപാട് ട്വിസ്റ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് തോന്നുന്നു ഇതിന്റെ ഒരു സക്സസ്. കാരണം ബോറടിക്കാൻ പാടില്ലല്ലോ ആൾക്കാരെ. ഇപ്പൊ 1500 എപ്പിസോഡിലേക്ക് എത്തുമ്പോൾ ആൾക്കാർക്ക് ബോറടിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് അവർ കാണുന്നത് കാര്യമില്ല. അപ്പം ഒരുപാട് ഡൈവേർഷൻസും ഒരുപാട് സിറ്റുവേഷൻസും നമ്മള് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് ഡൈവേർഷൻസ് ഈ കഥയിൽ വന്നിട്ടുണ്ട്. അത് തന്നെയാണ് ഇതിന്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. സംഭവം അല്ലാതെ ഒരുപാട് ക്യാരക്ടർ ലൈഫിൽ ഓരോ ക്യാരക്ടേഴ്സിനും ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങളും അവര് എന്താ പറയാ നടന്നു പോകുന്ന വഴികൾ അങ്ങനെ പല ഡൈവേർഷൻസ് എല്ലാ ക്യാരക്ടേഴ്സിനും വന്നിട്ടുണ്ട്. അതാണ് അതിന്റെ ഒരു അതായത് പല റൂട്ടുകൾ ഇപ്പോഴും നടക്കുക നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രേക്ഷകർക്ക് നമുക്ക് എപ്പോഴും ഒരു ക്യൂരിയോസിറ്റി അത് എപ്പോഴും കൊടുത്തുകൊണ്ടാണ് അതെ നാളെ എന്താവും, നാളത്തെ എപ്പിസോഡ് എന്തായിരിക്കും, ഇപ്പൊ വരാൻ പോകുന്ന കഥ എന്താണ് എന്നൊക്കെ ഒരുപാട് പേര് വിളിച്ചു ചോദിക്കാറുണ്ട്. ഇപ്പൊ ഇവരെ കാണുമ്പോ തന്നെ ശാരദാമ്മയെ കാണുമ്പോ ശാലിനിയെ കാണുമ്പോ ഈ എന്താവും, ഈ വിഷ്ണു എവിടെ പോയി, അതുപോലെ തന്നെ എന്നോട് ഒരുപാട് മെസ്സേജുകൾ അങ്ങനെയൊക്കെ വരുമ്പോ അവര് നമ്മളോട് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മള് ചേർത്ത് പിടിച്ച് ഒന്നിച്ച് അങ്ങനെ മുന്നോട്ട് യാത്ര ഉറപ്പായും പറയില്ല. കാരണം അവരുടെ ക്യൂരിയോസിറ്റി അവരൊക്കെ സ്നേഹിക്കുന്നു. ഇപ്പൊ ശാരദാമ്മയൊക്കെ അവര് ഏറ്റെടുത്തു കഴിഞ്ഞു. ശാലിനി 4 വർഷമായിട്ട് അവരുടെ കൂടെ ഉള്ളവരാണ്. ഈ മുന്നോട്ട് പോകുമ്പോ ഈ പ്രേക്ഷകരുടെ ഭാഗത്തുള്ള പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? അവരുടെ ഭാഗത്ത് എന്ത് സപ്പോർട്ട് ആക്കിയാണ്? ഇത്രയും നാളും സപ്പോർട്ട് ചെയ്തതുപോലെ ഇനി അങ്ങോട്ട് സപ്പോർട്ട് നല്ലതും ചീത്തയും പറയാം. അതാണ് അവരുടെ പ്രതീക്ഷകൾക്കൊപ്പം തന്നെ കുടുംബശ്രീ ചേർന്ന് നീങ്ങിക്കൊണ്ടിരിക്കും. അവരെന്താണോ പ്രതീക്ഷിക്കുന്നത് അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അവരുടെ ഒരു ഇഷ്ടപ്പെട്ട ഒരു കഥയായി നമ്മൾ മുന്നോട്ടുണ്ടാവും. അവരുടെ ഒപ്പം തന്നെ ശാരദാമ്മ ഉണ്ടാവും, ശാലിനി ഉണ്ടാവും, നമ്മൾ ഓരോരുത്തരും ഉണ്ടാവും. പുതിയ കഥാപാത്രങ്ങളും കൂടെ വരാൻ ചാൻസ് ഉണ്ട്. അതെ, അത് നമ്മുടെ കഥ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മളിപ്പോ പെട്ടെന്ന് ഒരു ക്യാരക്ടർ വരണമെന്ന് തോന്നി ഒന്നല്ലേ പറ്റും. നമുക്ക് എന്നാലും ഇപ്പൊ ആൾക്കാർ കാണാത്ത കുറെ പോർഷൻസ് നമുക്ക് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ആൾക്കാരിലേക്ക് എത്തുമ്പോൾ അവരുടെ റെസ്പോൺസ് അറിയാനുള്ള
എന്തായാലും ഭയങ്കര അല്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുതിയ പുതിയ ക്യാരക്ടേഴ്സ് പവർഫുൾ ആയിട്ട് വരുന്നത് നല്ലതാണ്. അപ്പൊ ഒരു ചേഞ്ചും ആവും. ഈ സാധാരണ കാണുന്ന ഫേസസിൽ നിന്നും ഒരാൾ വന്നിട്ട് അയ്യോ ഇവിടെ എന്ത് സംഭവിക്കുന്നു, അയാൾക്ക് എന്ത് സംഭവിക്കും, ഇതാരാണ് എന്നൊക്കെ ഉള്ള ഒരു ക്യൂരിയോസിറ്റി, അത് ഒരു മാറ്റമാണല്ലോ, ആവശ്യമാണ്. അപ്പോ സിനിമാ ഘട്ടത്തിന്റെ ഭാഗമായത് ഇന്ന് കുടുംബശ്രീ ശാരദയിലെ ടീം അംഗങ്ങളാണ്. ഡയറക്ടറും അതോടൊപ്പം തന്നെ അഭിനേതാക്കളും ഒക്കെ ഉണ്ടായിരുന്നു. അവർ ഇനിയും നിങ്ങളുടെ ഭാഗത്തു നിന്നും ഇതേ ഒരു സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും വളരെയധികം നന്ദി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.